ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നത്. നമ്മുടെ ട്രാവൽ വ്ലോഗും പാർട്ടി മെനുവും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് റാഗി കൊണ്ട് ഇഡ്ഡലിയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്കൊരു ഫെർമെൻറ്റേഷനൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു ഇഡ്ഡലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം എടുത്തു. അപ്പോൾ വെള്ളം ഞാൻ ആ തൈരെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത്. അപ്പോൾ ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും 1/2 കപ്പ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴും അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 1 കപ്പ് വെള്ളം വേണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ 1/4 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ ഒക്കെ മതിയായിരിക്കും. അപ്പോൾ അത് പാകം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ അളവ്. അതുകൊണ്ടാണ് അല്പാൽപമായിട്ട് അതൊന്ന് ചേർത്ത് നോക്കുക. അപ്പോൾ ഞാൻ വെള്ളവും അതേപോലെ തന്നെ തൈരും റാഗിപ്പൊടിയും റവയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് പാനിൽ ചൂടായി വന്നപ്പോൾ കടുക്, ഉഴുന്ന് പരിപ്പ്, അതേപോലെ നമ്മുടെ കടലപ്പരിപ്പ്, അതില്ലെങ്കിൽ നമ്മുടെ തുവരപ്പരിപ്പായാലും മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലാണ്. കറിവേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നെയ്യിലൊന്ന് വഴറ്റി ചേർക്കുന്നുണ്ട്. ഇതും കൂടെ നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഡ്ഡലിക്ക് ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരും. അപ്പോൾ റാഗിയുടെ ടേസ്റ്റ് പൊതുവേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല. അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ റാഗിയുടെ ആ ഒരു ഇഷ്ടമല്ലാത്ത ആ ഒരു ചുവയുണ്ടല്ലോ, അത് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. മാത്രമല്ല റാഗി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് വിശപ്പൊക്കെ ഒന്ന് കുറഞ്ഞ്, അതായത് നമ്മൾ റാഗിയുടെ ഭക്ഷണമാണ് രാവിലെ കഴിക്കുന്നതെങ്കിൽ നമുക്ക് വിശപ്പ് കുറയും പിന്നീട് അങ്ങോട്ട് കഴിക്കാനായിട്ട്. പക്ഷേ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫീൽ കിട്ടും. അതേപോലെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിലേക്ക് താളിച്ചതല്ല നമ്മളൊന്ന് വഴറ്റി കൊടുത്ത് ക്യാരറ്റും അതേപോലെ തന്നെ കറിവേപ്പിലയും ഉഴുന്ന് പരിപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ആ ബാറ്റർ ഒന്ന് തിക്കായിട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമേ വെള്ളം കുറവാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ബാറ്റർ നല്ല തിക്കാവും. അപ്പോൾ വീണ്ടും കുറച്ച് തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് കാഷ്നട്ട് ജസ്റ്റ് അടിയിൽ വെച്ച് കൊടുത്ത് ആ ബാറ്ററും ഒഴിച്ചു കൊടുത്തു. ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് തട്ടടക്കി വയ്ക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. അതായത് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ടുമുമ്പ് ബേക്കിംഗ് സോഡയോ ഈനോയോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ചമ്മന്തിയായിട്ട് നമ്മൾ തേങ്ങാ ചമ്മന്തി, സാധാരണ നമ്മൾ മുളക് പൊടി ഇട്ട് അരച്ച തേങ്ങാ ചമ്മന്തിയാണ് ഇതിനൊപ്പം കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലഞ്ച് അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള ലഞ്ചാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്തേക്ക് അതേപോലെ തന്നെ പാനിൻ്റെ അകത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റും ബീൻസുകളും ചേർത്തുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കടുക് താളിച്ചു. അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റും ബീൻസും എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സവാള നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. എൻ്റെ സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുളക് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പച്ചമുളക് കീറിയതെടുക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സാണ് എടുത്തിരിക്കുന്നത്.
എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും ചേർത്ത് കൊടുക്കാം. എല്ലാം ഞാൻ നീളത്തിലാട്ടോ അരിഞ്ഞത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നീളത്തിലങ്ങ് അരിഞ്ഞെടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീൻസും ക്യാരറ്റൊക്കെ വെന്ത് വന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ, അപ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കാതെ കിട്ടും. ഇനി ചട്ടിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ ഇഞ്ചി ഒരു പിടിയോളം, അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളി ഒരു 7-8 എണ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തുള്ളൂ, അതൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ ഒതുക്കി എടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മീൻപീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ, അതേപോലെ തന്നെ നല്ല കാന്താരിമുളക്, ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 2-3 കഷ്ണം നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ഞാൻ മീൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ കൂട്ടത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തു. അരയ്ക്കേണ്ട, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 ചെറിയ കൊടംപുളി, നമ്മുടെ മലബാർ ടാമറിൻഡ് കൊടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കൈകൊണ്ട് അങ്ങ് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു എന്താ പറയുക, നമ്മുടെ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൗ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യാൻ തോന്നുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഗ്ലൗ യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഇവിടെ മീനും അതേപോലെ തേങ്ങയൊക്കെ കൈകൊണ്ട് തന്നെയാണ് എല്ലാം തിരുമ്മി പിടിപ്പിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നത്തോലിയില്ലേ, ആ മീനാണ് കേട്ടോ. ഇവിടെ കണ്ടിട്ടുള്ളതിൽ എനിക്ക് നത്തോലി പോലെ തോന്നിയ മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീരെ ചെറിയ മീനാണ് കേട്ടോ. നമ്മുടെ നത്തോലിയുടെ ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയുണ്ട് ആ മീനിന്. അപ്പോൾ തേങ്ങ കൊണ്ട് ഇത് ആ മീനൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ആ തേങ്ങയും മീനൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയുക, ഒരു 1/2 കപ്പോളം വെള്ളം അത്രയും മതിയേ. ഒരുപാട് വെള്ളം ഒഴിക്കണം. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് മീൻപീര കിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഗ്രേവി കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആ മീൻപീര കിട്ടേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കാരണം ഞാൻ ആദ്യം വെള്ളം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ക്യാരറ്റിനൊക്കെ ഇച്ചിരി വേവ് കുറവാണല്ലോ ബീൻസിനെ അപേക്ഷിച്ച്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പും ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ടു വന്നു. അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു. ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് തക്കാളി വഴണ്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി ഇങ്ങനെ വഴണ്ട് വന്നിട്ട് വേണം ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീൻസ് ക്യാരറ്റ് മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി ഇതിനടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ അടുപ്പിൽ തന്നെ ഞാൻ നമ്മുടെ മീൻപീര റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. മീൻപീരയും അതുപോലെ ബീൻസ് മെഴുക്കുവരട്ടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് എത്ര പേർക്കൊക്കെ മീൻപീര ഇഷ്ടമാണ് അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കൊഴുവുകൊണ്ടുള്ള മീൻപീര. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഞാൻ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കുന്ന ഫിഷ് മസാലയാണ്. അപ്പോൾ ഫിഷ് മസാല ആയതുകൊണ്ട് തന്നെ ഇതൊരു മീൻ കറിയാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. ചെമ്മീൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ മീൻ കറികളിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ പ്രോൺസ് ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂണോളം മാത്രം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അത് തക്കാളിയും അതേപോലെ തന്നെ ഉള്ളിയും ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ തേങ്ങയൊന്നും പ്രത്യേകം ചേർക്കണ്ട. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കല്ലുപ്പാണ് കേട്ടോ നമ്മുടെ കറികളിൽ ഉപയോഗിക്കാറ്. കല്ലുപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഇതൊക്കെ കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറയുന്നത് ഞാൻ കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 അല്ലിയോളം കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത ശേഷം ആ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, കറികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടുവെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് എത്രമാത്രം വെള്ളം വേണോ അത്രയും വെള്ളം വേണം നമ്മൾ ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ചേർത്തു, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ തെളിയുന്നതിൻ്റെ വരെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ പ്രോൺസിന് വളരെ കുറച്ച് മാത്രമേ വേവുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം ആ കറി തിളച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ ഒരുപാട് ഇങ്ങനെ റബ്ബർ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് ആ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ ആ ചാറിലായ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോൺസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ടൈഗർ പ്രോൺസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ മീൻപീരയ്ക്കൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്, കാരണം വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോൺസ് അങ്ങനെ ചേർത്തു. ഏകദേശം ഒരു 250-300 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ അളവ് അറിഞ്ഞുകൂടാ, കാരണം ഓൾറെഡി ഇത് ഫ്രോസൺ പ്രോൺസാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അളവ് അറിഞ്ഞുകൂടാ. ഒരു 250-300 ഗ്രാമോളം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അത് നമുക്കിനി മൂടി വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ആവി പോകാൻ പാകത്തിന് അടപ്പിച്ചിട്ട് നീക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അപ്പോൾ നമ്മുടെ ചാറ് കുറച്ചുകൂടെ കുറുകിയും കിട്ടും, പ്രോൺസ് അത്യാവശ്യം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ മീൻപീര ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വരുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അതുകൊണ്ട് ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്തു. ഇതാ അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ മീൻപീര റെഡിയായി. അതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനത്തെ ആ ഒരു പൊടിക്കൈ നമ്മുടെ ഈ ഒരു മീൻപീരയുടെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് എന്താ പറയുക കൂട്ടും കേട്ടോ, ഒന്ന് എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ, പലരും ചെയ്യാറുള്ളതാണ്. നമ്മൾ അവിയലിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മീൻപീരൊക്കെ ചെയ്യുമ്പോഴും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മീൻപീര റെഡിയായി. ഇതാ നമ്മുടെ പ്രോൺസ് കറിയും ഇപ്പം തന്നെ റെഡിയാവും, കാരണം പ്രോൺസിന് അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ 3 കൂട്ടം കറികളും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിലും നമ്മുടെ ചോറിനൊപ്പം കിടു കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്കൊന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പ്രത്യേകിച്ച് മീൻകറികളെല്ലാം, മുളകിട്ട മീൻകറികളെല്ലാം പിറ്റേ ദിവസത്തേക്ക് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. പ്രോൺസിൻ്റെ ഈ കറിയാണെങ്കിലും അതെ, ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ വൈകുന്നേരത്തേക്ക്, അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കുന്നെങ്കിൽ രാവിലത്തേക്ക് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അവസാനം താളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും അതേപോലെ തന്നെ ഒരല്പം ഉലുവയും നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് താളിച്ച് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോൺസ് കറിയും റെഡിയായി കഴിഞ്ഞു. ചെമ്മീൻ മുളകിട്ടത്, അങ്ങനെ ബീൻസ്, ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും മീൻപീരയും നമ്മുടെ ചെമ്മീൻ മുളകിട്ടതുമായിട്ടുള്ള കിട്ടു ഊണാണ് ഇന്നത്തെ ലഞ്ചിന്. ഇങ്ങനത്തെ കോംബോ ഉള്ളപ്പോൾ വയററിയാതെ ഉണ്ണാന്നൊക്കെ പറയില്ലേ, അത് സംഭവിച്ചു പോകും കേട്ടോ. കാര്യം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എങ്കിൽ പോലും ഈ ഒരു കോമ്പിനേഷൻ ഊണ് വന്നു കഴിയുമ്പോൾ അറിയാതെ ചോറുണ്ട് പോകും. അപ്പോൾ ചോറും നമ്മുടെ കറികളൊക്കെ കൂട്ടിയുള്ളൊരു നാടൻ ഊണാണ് ഇന്നത്തെ ദിവസം. ഈ കോംബോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അതേപോലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ID ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഞങ്ങളൊന്ന് ടാഗ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും കാണാമല്ലോ ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻസിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെയോ മെസ്സഞ്ചറിലൂടെയൊക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോൺസ് കടിക്കേണ്ടത്. അപ്പോൾ ചാറ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇപ്പോൾ നാളത്തേക്കാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മുളകിട്ടതൊക്കെ കൂട്ടി നല്ലൊരു നാടൻ ഊണാണ് ഇന്നത്തെ. കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ? ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട്. കാര്യം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ആയെങ്കിൽ പോലും കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഡിന്നറിലേക്ക് പോയാലോ. അപ്പോൾ ഡിന്നറിന് സാലഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബ്രസൽസ് സ്പ്രൗട്ട്സ് വെച്ചിട്ടുള്ള സാലഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാനിതിനെ കുഞ്ഞി ക്യാബേജ് എന്നാട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രസൽസ് സ്പ്രൗട്ട്സ് വെച്ചിട്ടുള്ള സാലഡാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് അതിനുള്ളിൽ ആ ഒരു തണ്ടുണ്ടല്ലോ അതങ്ങ് നമുക്ക് കളയാം. അല്ലെങ്കിൽ നമ്മളിത് റോ ആയിട്ടല്ലേ കഴിക്കുന്നത്, നമ്മൾ കുക്ക് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്തിന് കട്ടിയുള്ളത് കൊണ്ട് കഴിക്കുമ്പോൾ നമുക്കത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതും കൊണ്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളിലുള്ള കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അരിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുകൊണ്ടൊന്ന് നമ്മൾ തക്കാളിയുടെയൊക്കെ ആ ഒരു കട്ടിയുള്ള ഭാഗം കളയുന്ന പോലെ തന്നെ ഇതിൻ്റെ അരിഞ്ഞ് കളഞ്ഞോളുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ സാലഡിനൊക്കെ അരിയുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. അപ്പോൾ ബ്രസൽസ് സ്പ്രൗട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് കേട്ടോ. പിന്നെ വെറുതെ ഒരു ക്യാബേജിൻ്റെ ടേസ്റ്റ് അല്ല, ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് ഈ ഒരു ബ്രസൽസ് സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്യാപ്സിക്കം എടുത്തു. ക്യാപ്സിക്കം ഇതേപോലെ തന്നെ സാലഡിന് ഉള്ള ആ ഒരു ഷേപ്പിന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പല കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ, വളരെയധികം നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു യെല്ലോ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ലെറ്റ്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇന്നത്തെ സാലഡിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ലീഫി വെജിറ്റബിൾസാണ്. പിന്നെ നമ്മൾ പ്രോട്ടീന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഒരു ചിക്കൻ സാലഡാണ്, ബ്രസൽസ് സ്പ്രൗട്ട്സും ചിക്കനും വെച്ചിട്ടുള്ള സാലഡാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു സാലഡ് തന്നെയാണ്. ഓഫീസിലേക്കൊക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാം, അതേപോലെ ഇതുപോലെ ഡിന്നറിന് കഴിക്കാം. അതുപോലെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൊസറേല ചീസാണ്. എനിക്ക് സാലഡിൽ പൊതുവെ കാണാറുള്ള ചീസുകളിലൊന്നാണ് മൊസറേല. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ചീസ് കൂടിയാണ്. അപ്പോൾ ഈ മൊസറേല ചീസും അതേപോലെ തക്കാളി വെച്ചിട്ടുള്ള ഇത് രണ്ടും മാത്രം വെച്ചിട്ടുള്ള സാലഡ് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് സാലഡ് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് നാത്തൂൻ സ്പൈസ് വേൾഡ് സാലഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാലഡിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ഒക്കെ ഉണ്ട്, അത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഹെൽത്തി മെനു ഒക്കെ അല്ലെങ്കിൽ ഹെൽത്തി റെസിപ്പീസൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ചിക്കൻ ഓൾറെഡി വേവിച്ച് ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്നത് കിട്ടും. അപ്പോൾ അതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബൽസാമിക് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബൽസാമിക് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പി കൂടിയാണ്. എന്താ പറയുക, ബ്രസൽസ് സ്പ്രൗട്ട്സും അതുപോലെ ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ ലെറ്റ്യൂസൊക്കെ ഒന്ന് അരിയുന്ന സമയത്തിന് മാത്രമേ മെനക്കേടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചിക്കൻ വേവിച്ചത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ ചിക്കൻ വാങ്ങിച്ച് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക, എന്നിട്ട് അതുകൂടെ ചേർക്കുക. അത്ര ഈസിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെ ബൈ.